സോ ഹലോ ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ടർബോ എന്ന മമ്മൂട്ടിയുടെ പുതിയ സിനിമയാണ്. പുതിയ ട്രെയിലറാണ്. ടർബോ മലയാളം മൂവി ഒഫീഷ്യൽ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളെ റിയാക്ഷൻ മാത്രമേ കാണിക്കത്തുള്ളൂ. ഞാൻ ജസ്റ്റ് ഇവിടെ താഴെ എങ്ങാനും ട്രെയിലർ കാണിക്കാം. സൗണ്ട്ലെസ് ട്രെയിലർ ആയിരിക്കും, ടി വി കൂടി കേൾക്കുന്ന സൗണ്ട് ആയിരിക്കും അത് കേൾക്കാൻ പറ്റുക. എന്തായാലും നോക്കട്ടെ, നിങ്ങൾക്കത് കേൾപ്പിക്കാൻ സൗണ്ട് കേൾപ്പിക്കാൻ പറ്റും നോക്കട്ടെ എന്തായാലും. ഓക്കെ, എന്തായാലും കഴിഞ്ഞ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ, അതായത് മറ്റേ സോണിയുടെ ബ്രാവിയ എന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മൾ എടുത്തിരുന്നു. അപ്പം അതിന് റീച്ച് കൂട്ടിയത് അത്യാവശ്യം അത് കഷ്ടപ്പെട്ട് ചെയ്തൊരു വീഡിയോ ആണ്. 4 വ്യൂസ് എങ്ങാണ്ടുള്ളൂ. അതിന് വ്യൂസ് ഒന്ന് കൂട്ടാൻ ശ്രമിക്കുക എന്തായാലും. അപ്പം നമുക്ക് കൂടുതലൊന്നും പറയുന്നില്ല, കഴിഞ്ഞത് കഴിഞ്ഞു. അടുത്തത് ടർബോയിലേക്ക് പോകാം. എന്നെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ചെറിയ ലൈറ്റ് ഉണ്ട്, അതിൻ്റെ ഇതിലാണ് ഞാൻ കാണാമെന്ന് വിശ്വസിക്കുന്നത്. അതിൽ ഇപ്പോൾ ട്രെയിലർ റിയാക്ഷനിലേക്ക് പോകാം. Comes in 3, 2, 1, go. എന്നെ നാട്ടുകാരെ എന്നതാ വിളിക്കുന്നത്? എന്നാ ജോസാടാ? ഓ ജോസ്. ഇപ്പൊ കളിച്ച് കളിച്ച് പിന്നെ ജീവിതം വെച്ച് കളിക്കാൻ തുടങ്ങിയോടാണ്. ഓ രാജീവ് ഷെട്ടി. ഈ നഗരത്തിൽ നടക്കുന്ന പല വൻവീടുകൾക്കും ഇന്ന് ഈ പേര് കേൾക്കുന്നു. 8 പേർ 5 പിന്നിലെങ്കിൽ ഒരൊറ്റയാള് ജീവനോടെ ബാക്കി കാണിക്കും. എനിക്കൊന്നും തലയോട്ട് കയറാത്തോണ്ട് ചോദിക്കുവാ, നിങ്ങളെല്ലാം കൂടെ എന്നാ പൊന്നപ്പ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? ഈ കോട്ടയിൽ സീസൺ എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇനി നമ്മൾ തമ്മിൽ കാണില്ല. I just love this part. ഞാനിവിടെ വീഴുവാണ്, എന്റെ കൂടെ ഒരു 10-15 പേരും കിട്ടാം. സോ ഗായ്സ്, അപ്പം ട്രെയിലർ കണ്ടു. അടിപൊളി ട്രെയിലർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു മാസ് ത്രില്ലർ എന്നൊക്കെ പറയാം. ഒരു മാസ് ത്രില്ലർ മൂവി ആകാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഇത് ക്രിസ്റ്റോ സേവിയർ ആണ് എൻ്റെ BGM. മറ്റേ ബ്രഹ്മയുഗത്തിന്റെ BGM ചെയ്ത ആളാണ്. ബ്രഹ്മയുഗത്തിലെ മറ്റേ പൂമണി മുളയ്ക്കോ അങ്ങനെ പാട്ടും പാടിയിട്ടുണ്ട് ആ സിനിമയ്ക്കകത്ത്. പിന്നെ അർജുൻ അശോകൻ ആയിരുന്നു ലാസ്റ്റ് ഒരു പാട്ട് പാടിയെന്ന് ഇൻസ്റ്റയിൽ റീല് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ രാജ്ബി ഷെട്ടി ഉണ്ട്, കന്നഡ ആക്ടർ രാജ്ബി ഷെട്ടി. പിന്നെ മറ്റേ വേറൊരു ആക്ടർ ഉണ്ട്, പേര് അറിയത്തില്ല, അയാളും ഉണ്ട്. ഗൗതമല്ല, വേറെ ഏതൊരു ആക്ടറാണ്. എന്തായാലും വേ ഓഫ് ക്യാപ്ചറിങ് ഈസ് ആബ്സല്യൂട്ട്ലി സ്റ്റണ്ണിങ്. ഒന്നും പറയാനില്ല. എന്തായാലും അടിപൊളി ട്രെയിലർ. ഇത് ദുബായിൽ ലോഞ്ച് ആയിരുന്നെന്നറിയാം. അപ്പം അതിൻ്റെ ക്ലിപ്പ് എനിക്കില്ല, അതിൻ്റെ ഗ്ലിംസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ നാട്ടിലാണ് ഇപ്പോഴും. അതെ. അപ്പം വരുന്ന ട്രെയിലറിൽ വരുന്ന വീഡിയോസിൽ ഞാൻ ഒരു റോട്ട് പള്ളിക്കുടം എന്ന് പറഞ്ഞൊരു വീഡിയോ സീരീസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് പറയും ഞാൻ നാട്ടിൽ വരാനുള്ള കാരണം എന്താണെന്ന് അതിൻ്റെ അകത്ത് പറയും. അപ്പോൾ എന്തായാലും ട്രെയിലർ അല്ല, റിവ്യൂ ഒന്നും അല്ലല്ലോ.
അതിലും എനിക്ക് അധികം ഒന്നും പറയാനില്ല. ഞാൻ ആകെ കണ്ട ആ ഒരു ഷോക്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എന്ത് പറയണം എന്നുള്ള രീതിയിൽ. കാരണം ഇത്രയും ഒരു എനിക്കൊരു അത്ര എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല. കാരണം വെച്ചാൽ ഞാൻ ഡെയിലി ഈ പോസ്റ്റ് കാണുന്നതാണ്. പ്ലേയേഴ്സിന്റെ പേരിലൊക്കെ ഈ പോസ്റ്റ് ഡെയിലി കാണുന്നതായിരുന്നു. ഞാൻ ഈ സീസൺ 10 തുടങ്ങിയപ്പോൾ ഞാൻ പല പ്ലേയേഴ്സിന്റെ പേരിൽ ഈ ഇങ്ങനത്തെ പോസ്റ്റ് ഉണ്ടാണ് ടെർബോയുടെ. അപ്പം കഴിഞ്ഞതിൽ ഞാൻ ISLന്റെ കാര്യം തന്നെയാണല്ലോ പറഞ്ഞത് തുടക്കത്തിൽ. എന്നാലും അപ്പോൾ അത് വിട്. എല്ലാവർക്കും അറിയാം ജീപ്പിന്റെ ഉള്ളിൽ നിന്ന് കാലെടുത്തിട്ട് ജീപ്പിന് പുറത്തേക്ക് കാലെടുത്തിട്ടിട്ട് എന്തോ ഒരു പോസ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കുറെ കണ്ട. അപ്പൊ അതുകൊണ്ട് എനിക്കല്ലേ എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നിയില്ലായിരുന്നു. കാരണം വെച്ചാല് എപ്പോഴും ഇല്ല. കാരണം വെച്ചാല് എനിക്കിപ്പോ ഇങ്ങനത്തെ ടൈപ്പ് മൂവീസിനോട് അധികം ഒരു താല്പര്യം വരുന്നില്ല. എനിക്ക് എന്താ അറിയില്ല. എനിക്ക് ഇങ്ങനത്തെ ഒരു ടൈപ്പ് മൂവീസിനോടൊന്നും താല്പര്യം അത്ര ഒന്നും വരുന്നില്ല. എനിക്ക് നോർമൽ ഇമോഷണലും കോമഡി ഒക്കെ ആയിട്ടുള്ള ടൈപ്പാണ് എനിക്കിപ്പോൾ ഇഷ്ടം വരുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തായാലും നല്ല ട്രെയിലറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് അടിപൊളി രീതിയിലാണ് എടുത്തിരിക്കുന്നത്. നല്ല സിനിമയായിരിക്കാം. അതിനുള്ള എല്ലാ ചാൻസും ഇതിനകത്തുണ്ട്. എന്തായാലും അപ്പം 2024 മലയാളത്തിൻ്റെ ഒരു കയറ്റമാണെന്ന് തന്നെ പറയാം. കാരണം ഇങ്ങനത്തെ കുറെ സിനിമ ഇപ്പൊ ഇറങ്ങുന്നുണ്ട്. അപ്പം എല്ലാം ഒരേ ജോണർ അല്ല. അതാണ് മെയിനായിട്ട് ഹിറ്റ് ആകാനുള്ള കാരണം. അപ്പം എന്തായാലും നിങ്ങളിത് കാണുക. ഇങ്ങനത്തെ ടൈപ്പ് മാസ് ത്രില്ലർ ആക്ഷൻ ടൈപ്പ് സിനിമകൾ ഇഷ്ടമുള്ളവർ മാത്രം കാണുക. അല്ലാത്തവർക്ക് ഞാൻ പ്രിഫർ ചെയ്തില്ല. കാരണം അത് ഓവറായിട്ട് എന്താ ഈ ഫൈറ്റ്സിനൊക്കെ ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് മാത്രം എൻ്റെ ഒപ്പീനിയനാണ്. എൻ്റെ ഓണസ്റ്റ് ഒപ്പീനിയൻ ആൻഡ് റിവ്യൂ ആണ്. എന്തായാലും നല്ല ട്രെയിലറാണ്. എന്തായാലും താങ്ക് യു. പിന്നെ അടുത്ത വീഡിയോ കാണാം. അതുവരെയ്ക്കും ബൈ.